പ്രഭാത ചിന്തയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെല്ലാവരും സുഖവും ക്ഷേമമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ ചിന്തയ്ക്ക് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ മനസ്സിന് പല മുറിവുകൾ ഏറ്റിട്ടുണ്ടല്ലേ? അനേക പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് നാം ജീവിക്കുന്നത് ഈ ഭൂപരപ്പിൽ. ആ പ്രതികൂലത്തിന് നടുവിൽ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ജീവിക്കുന്നവർക്ക് മാനസികമായിട്ട് ഏറ്റിരിക്കുന്ന മുറിവുകളെ മാറ്റുവാൻ കഴിയാതവണ്ണം പലപ്പോഴും മറ്റുള്ളവരുടെ കയ്പും വിദ്വേഷവും ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിന് നടുവിൽ നാം തളർന്നു പോകരുത്. മറ്റുള്ളവരോടുള്ള കയ്പും വിദ്വേഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസിക നില തെറ്റിക്കുകയും ആത്മീയത മാറ്റുകയും ചെയ്യും. എന്നാൽ ഈ ദിവസങ്ങളിൽ അവരോട് ക്ഷമിക്കുവാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലാണ്. ക്ഷമയും സ്നേഹവുമാണത്. അത് സ്വർഗസ്ഥ പിതാവിൽ നിന്ന്, ആ നല്ല ഡോക്ടറാകുന്ന സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങി ക്ഷമയും സ്നേഹവുമാകുന്ന മരുന്ന് നാം ഭക്ഷിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വിജയം നമുക്ക് സുനിശ്ചിതമാക്കാം. പലപ്പോഴും തോൽവി അണഞ്ഞു വെച്ച് ഒരിക്കലും നാം ജയിക്കത്തില്ല എന്നുള്ളതല്ല, തോൽവി വിജയത്തിന്റെ ആരംഭമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.